ഹലോ എവരിബഡി, ഞാൻ റീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലി സോസ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ചില്ലി സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 100 ഗ്രാം വലിയ മുളക്, അതായത് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന മുളക്. അത് ഇങ്ങനെ ഇരിക്കും. ഇതിന് എരിവ് കുറവാണ്. 100 ഗ്രാം എരിവുള്ള മുളക്. ഇത് രണ്ടും കഴുകി വെള്ളമയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നു. ആ ചെറിയ മുളക് ഇതാണ്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരിക്കും. 10 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു സ്വല്പം കൊറിയാണ്ടർ ലീവ്സ്, 20 പുതിനയുടെ ലീഫ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് വിനീഗർ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര വിനീഗർ ഒഴിക്കണമെന്ന്. ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഈ 2 രീതിയിലുള്ള മുളകും വെളുത്തുള്ളിയും കൂടെ ഇടുന്നു. ഇതിലേക്ക് നമ്മൾ ഈ 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇത് തിളച്ചു. അപ്പം നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റായി. ഇത് വെന്തു. നമുക്കിതിൻ്റെ വെള്ളം ഇച്ചിരി ഒന്ന് പറ്റിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ പറ്റി നമുക്കിത് തണുക്കാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ ഈ മല്ലിയില ഇടുന്നു, പുതിന ഇല ഇടുന്നു, ഒരു 2 ടേബിൾ സ്പൂൺ അപ്രോക്സിമേറ്റ്ലി വിനീഗർ ഒഴിക്കുന്നു. അരച്ച് വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യുന്നു. മിക്സർ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നു. ഈ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഈ പഞ്ചസാര ഇടുന്നു. തിളച്ച് കഴിയുമ്പോൾ ഇത് സിമ്മിൽ വെച്ച് ഒരു 6 to 7 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. നമ്മൾ സ്വല്പം പോലും എണ്ണ ചരിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്. സിമ്മിലൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ്സായി. നമുക്ക് നോക്കാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കുന്നു. അതായത് നമ്മൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു. ഇനി നമ്മൾ ഈ കോൺഫ്ലവർ എടുത്ത് വെച്ചിരുന്നത് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം ഞാനൊരു കുറച്ചൊഴിക്കുന്നു.
നമുക്കൊരു സ്വല്പം കൂടെ ഒഴിക്കാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് ഒരു 2-3 മിനിറ്റ് കൂടെ മിക്സ് ചെയ്യാം. അജിനോമോട്ടോ അതായത് ചൈന സോൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ ആ ടിപ്പിക്കൽ വെളിയിൽ നിന്ന് വാങ്ങുന്ന ഗ്രീൻ ചില്ലി സോസിൻ്റെ ടേസ്റ്റ് കിട്ടും. ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സ്വല്പം അജിനോമോട്ടോ ഇട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത് ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലിട്ട് വെക്കാം. നമ്മുടെ സോസ് തണുത്തു. അപ്പം നമുക്ക് ഇതൊരു ഗ്ലാസ് ബോട്ടിലിലേക്ക് ആക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. നോട്ട് വെരി ലൂസ് ബട്ട് നോട്ട് വെരി തിക്ക് ഓൾസോ. അപ്പോൾ നമ്മുടെ ചില്ലി സോസ് ഈസ് റെഡി. ഈ ചില്ലി സോസ് അപ് ടു 15 ഡേയ്സ് നിങ്ങൾക്ക് വെളിയിൽ തന്നെ വയ്ക്കാം. 15 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് നിങ്ങൾക്ക് അപ് ടു 6 മന്ത്സ് ഉപയോഗിക്കാം. ഇത് കേടാകത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.